മുസ്ലിം സമുദായത്തിൻ്റെ ഹജ്ജും നോമ്പും കുളമാക്കുന്ന കുളത്തിലെ തവളകൾ അല്പം രൂക്ഷമായാണ് ഇന്ന് ഈ വിഷയം ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ ഗ്രാമത്തിൽ, ചേന്നമംഗലൂർ, ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഏതാനും ഒറ്റപ്പെട്ട വ്യക്തികൾ യഥാർത്ഥത്തിൽ എന്നാണോ മക്കയിൽ അറഫ, ആ ദിവസം ഇവിടെ അറഫ നോമ്പെടുക്കുകയും തുടർന്ന് തൊട്ടടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കേരളത്തിലെ പല ഭാഗങ്ങളിലും, ഞാൻ സ്വന്തം അനുഭവം വെച്ച് പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതിനോട് ഇവിടുത്തെ മഹല്ലുകൾ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും അവർക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കാവുന്നതാണ്. ചേന്നമംഗലൂരിനെ പോലുള്ളൊരു പ്രദേശത്ത് ഒന്നിലധികം മഹല്ലുകളുണ്ട്, പള്ളികളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത്. അവർക്കൊരു പുരോഗമനപരമായ യഥാർത്ഥത്തിൽ സത്യമാണെന്ന് തോന്നുന്നൊരു തീരുമാനം എടുത്താൽ ഇവിടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അത് അവർക്കും പ്രശ്നം മറ്റ് ചില വിഭാഗങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം തകരാനുള്ളതായ കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവർ സുന്നികൾ വോട്ട് ചെയ്യുകയില്ല എന്ന കാരണത്താൽ അവർ കാര്യങ്ങൾ പഴയ രീതിയിൽ വിളിച്ചു പറയുന്നത് അവസാനിപ്പിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മേപ്പയൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ ഒരു മുജാഹിദ് നേതാവ് അരീക്കോട്, അയാളുടെ പേരിൻ്റെ കൂടെ അരീക്കോട് എന്നുള്ള പേര് ചേർക്കും. അരീക്കോട് അദ്ദേഹം സ്ഥാനാർത്ഥി നിന്നു. ഞാൻ നിന്നവ തന്നെ വിളിച്ച് തോറ്റുപോകും, കാരണം സുന്നികൾ വോട്ട് ചെയ്യില്ല. അയാളൊരു തീവ്ര മുജാഹിദുകാരനായിരുന്നു. ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കാര്യങ്ങൾ തുറന്ന് പറയുന്നതിൽ ഒരു ചങ്കൂറ്റം കാണിക്കുന്ന സംഘടന. അപ്പം അവർക്കൊണ്ടൊരു വെൽഫെയർ പാർട്ടി തന്നെ ഒന്ന്, അതിന് വോട്ട് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ അവർക്കറിയാം. അന്ന് പരേതനായ സിദ്ദീഖ് ഹസൻ സാഹിബിനോട് ഇതുപോലെ വഴിതെറ്റി വന്നതായ ദിവസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പെരുന്നാൾ ആവേണ്ടതാണ്, പക്ഷേ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഗതി നിങ്ങൾ പറയുന്നതാണ് ശരി, പക്ഷെ ഞങ്ങളുടെ പിന്നിൽ ആൾക്കാരുണ്ട്, അവരെ കൂടി ബോധ്യപ്പെടുത്തണ്ടേ. ഇതൊരു മറുപടിയാണ് ഇസ്ലാമികമായിട്ട്. സംഗതി ശരിയാണ് എന്ന് സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഇസ്ലാമിൽ മറുപടിയൊക്കെ, അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഅബ ദേവാലയം മഖാം ഇബ്രാഹിമിലേക്ക് മാറ്റി നിർമ്മിക്കേണ്ടതാണെന്ന് പ്രവാചകൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം ആയിഷ ബീവിയെ വിളിച്ച് പറഞ്ഞു, ലൗലാ ഖൗമുക ഹദീസു അഹദിൻ ബിൽ ഇസ്ലാം ബനൈത്തുൽ ഖിബ്ലത കഅബത ഫി മഖാം ഇബ്രാഹിം എന്നർത്ഥത്തിൽ. നിൻ്റെ ആൾക്കാരൊക്കെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണല്ലോ. ലൗലാ ഖൗമുക്കി എന്നാണ് നിൻ്റെ സമുദായം, അഥവാ ആയിഷയുടെ സമുദായം, അഥവാ മുസ്ലിങ്ങൾ, അന്നത്തെ മുസ്ലിങ്ങൾ. അവർ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കഅബ പൊളിക്കുക, അത് മാറ്റിണ്ടാക്കുക എന്ന് ചോദിച്ചാൽ വലിയൊരു പ്രശ്നമാവും. അതുപോലെ ചില പരിഗണനകളൊക്കെ നൽകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇത് കുറേ കാലങ്ങളായി ഈ ഡേറ്റ് തെറ്റിക്കൊണ്ട് പോയിരുന്നു. ഡേറ്റ് തെറ്റായത് ഹജ്ജിൻ്റെ കാര്യത്തിൽ പുതിയതൊന്നുമല്ല. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നത്, ആ ഹജ്ജിൻ്റെ മുമ്പുള്ള കഴിഞ്ഞ ഹജ്ജുകൾ മുഴുവനും ഡേറ്റ് തെറ്റിക്കൊണ്ടായിരുന്നു. പ്രവാചകൻ ഹജ്ജിന് എപ്പോഴാണോ ഹജ്ജ് ചെയ്തത് ആ ഹജ്ജിൻ്റെ ദിവസമാണ് യഥാർത്ഥ ഹജ്ജ് ദിവസം ആഘോഷിക്കേണ്ടിയിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പണ്ട് കണ്യത്ത് ഉസ്താദ് എന്ന് പറഞ്ഞ സുന്നികളുടെ വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, എൻ്റെ നാട്ടിനടുത്ത. അദ്ദേഹം ഖുർആൻ ഓതി, പ്രസംഗത്തിൻ്റെ ഇടയിൽ ഖുർആൻ ഓതി ആയത്ത് തെറ്റിപ്പോയി. അപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കണ്യത്തിനൊന്നും ഖുർആൻ തെറ്റുക എന്നത് ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പോൾ അദ്ദേഹം തെറ്റ് സമ്മതിക്കാനും തയ്യാറില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഇൽമ് മാറി മാറി വരിക, തെറ്റ് എന്നുള്ള വാക്ക് മുപ്പരോട് ചേർക്കാൻ പറ്റൂല. ഇൽമ് മാറി മാറി വരിക. ഒരു ഇൽമ കണ്ട് വരുമ്പോഴേക്കും ഒരായത്ത് കണ്ട് പോയി പകുതിയെത്തുമ്പോൾ വേറൊരു ആയത്ത് ഇടിച്ച് കയറുക, അതാണ് ഇൽമ് മാറി മാറി വരിക എന്ന്. അതുപോലെ പഴപ്പാകുമ്പോൾ സംഭവിക്കുന്നത് ഇൽമ് മാറി മാറി വരില്ല. എന്തായാലും ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, ചെറിയ തമാശയൊക്കെ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് ദുൽഹജ്ജ് 9 നാളെ ദുൽഹജ്ജ് 10, നാളെയാണ് പെരുന്നാൾ. അത് ചങ്കൂറ്റത്തോടുകൂടി പറയാവുന്ന ഒരു മുജാഹിദ് മഹല്ലുമില്ല, സുന്നിമാരുകൾ ഏതായാലും ഇല്ല, പിന്നെ ജമാഅത്ത് മഹൽ. എന്തിനാണ് ഇവരിങ്ങനെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ ഒരു ഹലാക്കായിപ്പോയി പഠിച്ചവരെ. ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും ഇതുപോലെ ഉണ്ട് തുറന്ന് പറയേണ്ടത്. തുറന്ന് പറയാൻ പിന്നിലുള്ള അണികളെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുക. എന്തൊരു കഷ്ടം. ഞാനേതായാലും വല്ലാതെ വലുതാക്കി പറയാൻ പോകുന്നില്ല. എല്ലാവർക്കും പെരുന്നാളും വേറൊക്കെ ആയിരിക്കും.
ഞാൻ പറയുന്നത് ഇന്ന് നോമ്പ് നോറ്റവരോടാണ്. ഇന്ന് നിങ്ങൾ എത്രയോ ആൾ നോമ്പ് നോറ്റിട്ടുണ്ട്. ഞാൻ രാവിലെ കാലത്ത് നടക്കാൻ പോകുമ്പോൾ പലരെയും കണ്ടു. അവരൊക്കെ നോമ്പെടുത്തവരാണ്. ചായക്കടേൻ്റെ അടുത്ത് ഇവിടെ എത്തി പോകുമ്പോൾ ചായക്കട തുറന്നിട്ടില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ കട തുറക്കാൻ, ഇന്ന് നോമ്പല്ലേ, അപ്പോൾ നാളെ പെരുന്നാളാണോ വെച്ചാൽ പെരുന്നാളല്ല, പെരുന്നാൾ മറ്റന്നാൾ. ഞാനൊരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. ഈ പിന്നെ പറയുന്ന അറഫ നോമ്പ് നോറ്റതിന് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കാത്തതായ ഒരു ഉദാഹരണം പ്രവാചക ചരിത്രത്തിൽ നിന്നോ വേറെ ഏതെങ്കിലും ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം തെറ്റാ, മനുഷ്യനാണ് സഹജം. അല്ലെങ്കിൽ അത് നമ്മൾക്ക് പിന്നെ എന്താ പറയുക, ഇജ്തിഹാദ് ചെയ്തിട്ട് അത്രയ്ക്കും അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞു നോക്കുക. ഇന്ന് 9 നാളെ 10, ഇന്ന് 8 വാദിക്ക്. ഇന്നലെ 8, ഈ മാസം 2 ഉണ്ട്. നമുക്കതല്ലേ ദുൽഹജ്ജ് മാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഡേറ്റ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ 2 ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഉണ്ടാവും. എന്നാൽ ഇതനുസരിച്ച് കാലിമാർ പറയുന്നതനുസരിച്ചായിരിക്കും നമ്മളെ ഡേറ്റ് തീരുമാനിക്കുക. അത് നമ്മളെല്ലാ കാര്യത്തിനും ബാധകമായിരിക്കും, നമ്മളെ ഓഫീസുകളിലും മറ്റുള്ളിടത്തും ഒക്കെ. ഇത് പറയുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. ഒന്ന് തല കൊടുത്ത് ചിന്തിക്കുക. എന്താണ് ഈ പ്രവാചകന്മാർ ഓരോരുത്തർ വന്ന് പറയുന്ന ഓരോ വാചകങ്ങൾ കേട്ടില്ല? നിങ്ങൾക്ക് തലല്ലേ? അല്ലെങ്കിൽ ഉലായിക്കൊക്കെ മൃഗങ്ങളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരിക. ഉലായിക്കൊക്കെ അല്ലാമി ബൽഹും അളല്ലു, മൃഗങ്ങളാ പോത്തിന് മാതിരിയാന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും അപ്പുറം. പോത്തുമല്ല, അതിനപ്പുറമുള്ളതിന് എന്താ പേര് പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഉലായിക്കൊക്കെ അല്ലാമി ബൽഹും അളൽ ഇവിടെയൊക്കെ. എന്നിട്ട് ഇതിന് വ്യാഖ്യാനിക്കാൻ എല്ലാ വിഭാഗത്തിലും ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞതിനൊക്കെ പല ജാതി ഖണ്ഡനങ്ങളുമായിട്ട് വരും. അതാത് പ്രദേശത്തിൻ്റെതനുസരിച്ച് ആണ് നോക്കേണ്ടത് എന്നൊക്കെ ചിലർ. അതാത് പ്രദേശത്തിന് പിന്നെ എന്താ ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇല്ലാത്തെന്താ? ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് എന്നാണോ അന്ന് തന്നെയാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ഈ ഡേറ്റുകൾ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഹജ്ജ് നിശ്ചയിക്കുന്നത്, ഹജ്ജിന് ദിവസം നിശ്ചയിക്കുന്നത്. അതിനകത്ത് പങ്കെടുക്കുന്നതോ ഹജ്ജിന് മറ്റുള്ളതിലൊക്കെ ചേരാതിരിക്കുക. എന്നാൽ പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ കൂടെ. ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജുമാ നമസ്കാരം ഇവിടെ എപ്പോഴാണോ ആ സമയത്തല്ലല്ലോ. അമേരിക്കയിൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ. മണിക്കൂറല്ല ദിവസം. യോമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ ലോകത്ത് മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ വെള്ളിയാഴ്ച സംഭവിച്ചിരിക്കും. പലരും ചോദിക്കും, അവിടെ ഇവിടെ ഇപ്പം പിന്നെ എന്താ ഉച്ച സമയത്ത് അവിടെ അമേരിക്കയിൽ രാത്രിയല്ലേ, അപ്പോൾ നമ്മളെ കൂടെ നിസ്കരിക്കുന്നുണ്ടോ? ആ ദിവസത്തിൽ യോമുൽ ജുമാ എന്ന് പറയുന്ന ആ ദിവസത്തിൽ അമേരിക്കൻ മുസ്ലിം നോമ്പ് നിസ്കരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ അറഫ ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ കുറച്ച് ഏതാനും മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ വ്യത്യാസത്തിൽ ലോകത്തിന് വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവർ നോമ്പെടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഇത് അവിടുന്ന് ഈ ഫിജി ഐലൻഡിന് അവിടുന്ന് സൂര്യൻ ഉദിച്ചുയർന്ന മുതൽക്ക് അവിടെ ഒരു സുബഹിസ്കരിക്ക് നമ്മളിവിടെ കടന്നുറങ്ങുക. നമ്മൾ 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ കറങ്ങിയിട്ട് വരില്ല. ലോകത്ത് മുഴുവൻ നേരം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ട് ഈ കള്ളത്തരം ഒന്ന് മാറ്റാൻ ആരെങ്കിലും, പൂച്ചക്കാർ മണി കെട്ടുന്ന പറഞ്ഞോളം ഇവ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ആരെങ്കിലും ഒന്ന് നല്ലൊരു താടിയുള്ള ഒരാളെ കിട്ടിയാൽ നമുക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കായിരുന്നു. ശരി അബ്ദുള്ളമാലിനെ കണ്ടു നോക്കുമ്പോൾ അയാളെ ഫോട്ടോ ഉണ്ട്, താടി ഏതാണ്ട് കുഴപ്പമില്ല, മൂപ്പരൊന്ന് ഏറ്റെടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. ശരി, ഓക്കെ.